ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടൻ ബാലയും മുൻ ഭാര്യ അമൃത സുരേഷും മകളും ഒക്കെ തമ്മിലുള്ള ഒരു കൂട്ടയടിയാണ് നടക്കുന്നത്. വാദങ്ങളും പ്രതിവാദങ്ങളും തകൃതിയായി നടക്കുന്നു. ഇപ്പോൾ അമൃത സുരേഷ് ശക്തമായ ഒരു പ്രതികരണമായി രംഗത്ത് വന്നു. ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടു തുടങ്ങിയപ്പോൾ അടുത്ത നീക്കം ദയവ് ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക. 14 വർഷത്തെ എൻ്റെ നിശബ്ദതയെ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെ ഉണ്ടായ രൂക്ഷവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളോട് ഞാൻ മൗനം പാലിച്ചതിനാൽ എനിക്കും എൻ്റെ കുടുംബത്തിനുമുണ്ടായ നഷ്ടം ചെറുതല്ല. കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ മടിയിൽ കനമുള്ളത് കൊണ്ടൊന്നുമല്ല. എൻ്റെ മകളുടെ വിഷയം പിന്നെയും പിന്നെയും അവളുടെ അച്ഛനെടുത്ത് ഒരു വാർത്തയാക്കുന്നത് പോലെ ഞാനും തുടങ്ങാതിരിക്കാനാണ്. പക്ഷേ ഇന്നവൾ ഒരു വലിയ കുട്ടിയാണ്. എന്നേക്കാളും മാനസിക ശക്തിയും ബുദ്ധിയും ധാർമ്മിക ബോധവുമുള്ള ഒരു കരുത്തുറ്റ പെൺകുട്ടി. അവൾ എനിക്ക് തന്ന ശക്തിയിലാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉൾഭയങ്ങളെയും എന്നെ ഒരുപാട് തളർത്തിയ ട്രോമകളെയും ഉണർത്തിയെന്നിരുന്നാലും പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് എത്തിച്ചത്. ഇതിനു മുമ്പ് വക്കീലുമായി എടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിയമപരമായ കാര്യങ്ങളും അതിലെന്തിനൊക്കെയാണ് ആരാണ് വീഴ്ചകൾ വരുത്തിയതെന്നും അവരവരുടെ കുറവുകളെ മറയ്ക്കാനുള്ള എൻ്റെ നേരെയുള്ള ആക്രമണങ്ങളെയും ഒക്കെ ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പണം തട്ടിയെടുത്തു, മോശമായ ഒരു സ്ത്രീ എന്നല്ല, ഒരു സ്ത്രീയെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നശിപ്പിച്ച് ചിത്രീകരിക്കാമോ അതെല്ലാം സഹിച്ചത് എൻ്റെ മകളുടെ പ്രൈവസിയെ മാനിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ഇന്നിതവളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതിനവൾ തിരഞ്ഞെടുത്ത ധീരമായ സ്റ്റെപ്പിനെ പോലും ഒരുപാട് വെറുപ്പോടെയുമാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പ്രതികരിച്ചുള്ളൂ. ഞാനൊരു അനുഭവത്തിൻ്റെ ഒരു തരി മാത്രമാണ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കുവാൻ സാധിച്ചത്. അതും ഞാൻ ചെയ്യില്ലായിരുന്നു. ഒരുപക്ഷെ വർഷങ്ങളോളം എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ. പക്ഷേ എനിക്കും ജീവിക്കണം എന്നുള്ള കൊതി കൊണ്ടും എൻ്റെ മകളുടെ മാനസികാവസ്ഥയെ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ള ഗുണ്ടായിസത്തിനുമുള്ള ഒരു കളിക്കളം ആക്കരുതെന്ന ഒരു ദൃഢനിശ്ചയത്തിനും അന്ത്യമായാണ് ഞാൻ അതുപോലും ചെയ്തു പോയത്. എന്നിട്ടും ഇപ്പോൾ സത്യങ്ങൾക്ക് മേലെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അതും ദൃക്സാക്ഷികളും തെളിവുകൾ നേരിട്ട് കണ്ടവരുമൊക്കെ വലുപ്പ ചെറുപ്പമില്ലാതെ സത്യത്തിനു വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും സംസാരിക്കാൻ ആദ്യമായി തുടങ്ങിയപ്പോൾ സ്വന്തം മുഖംമൂടിയെ സംരക്ഷിക്കാൻ പുതിയ കള്ളത്തരങ്ങളിലേക്ക് വ്യതിചലിച്ചു വിടാനുള്ള ശ്രമം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓരോ പാവം ബ്ലോഗർമാരും സത്യങ്ങളറിയാതെ മാനിപ്പുലേറ്റ് ആകുമ്പോൾ, മഞ്ഞപ്പത്രങ്ങൾ ഞങ്ങളുടെ വീടും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ സത്യങ്ങളെ മറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ്. എനിക്കാരെയും വേട്ടയാടാൻ ആഗ്രഹമില്ല. ഞാനത് മുൻപും പിൻപും ചെയ്തിട്ടുമില്ല. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ ഇതിനെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാനാണ് എൻ്റെ തീരുമാനം. അതിനിടയിൽ കൂടുതൽ കണ്ണിൽ പൊടിയിടലും എൻ്റെ PR വർക്കുമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് പറഞ്ഞു പരത്താതിരിക്കുക. ഞാൻ വ്യക്തമായി പറയുന്നു, ഞാൻ ഒരു PR വർക്കും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. അതിനുവേണ്ടി ചിലവാക്കാനുള്ള കോടികളും ലക്ഷങ്ങളും എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ മിണ്ടാതെയായി. ഞാൻ എന്തോ കളി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം താൻ ഏകപക്ഷമായ ഒരു ഗുസ്തിയിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് സ്വമേധയാൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഞാൻ ആകെ പ്രതികരിച്ചത് ഒരിക്കൽ മാത്രം. അതിനെയും PR എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ട. വിലയ്ക്ക് വാങ്ങുവാൻ എന്നും എല്ലാവരെയും പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതികളിൽ തിരിഞ്ഞു ചിന്തിക്കാനുള്ള ഒരിടം കൊടുക്കാതിരിക്കുക. എൻ്റെയും എൻ്റെ മകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിവർത്തികേടിനെ ചൂഷണം ചെയ്തു മർമ്മത്തിൽ കുത്തുന്ന പ്രസ്താവനകളെ കണ്ണും പൂട്ടി വിശ്വസിച്ച് സത്യത്തിലേക്കുള്ള പാതയെ വഴിതെറ്റിച്ചു വിടാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടുള്ള അഭ്യർത്ഥനയാണ്.